ഹായ്, ഇയാളെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇയാളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വസ്തു എന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇയാളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ. എപ്പോഴും കയ്യിൽ കൂടെയുള്ള സാധനം ഇതൊന്ന് ആദ്യം ഒന്ന് വെക്കാം. ഇതിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ. എപ്പോഴും കയ്യിൽ കൂടെയുള്ള ഒരു സാധനം വാച്ച് എപ്പോഴും കൂടെ ഉണ്ടെന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇയാളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. ഹായ്. ഓക്കെ, ഒന്ന് ട്രൈ ആണ്. ഈ വാച്ച് കയ്യിൽ വെച്ചിട്ട് ഇയാളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. ഒരുപാട് നിറങ്ങൾ ഇഷ്ടമാണെങ്കിലും ഇളം നിറത്തോട് ഇഷ്ടം കൂടുതലുണ്ടോ? ലാവണ്ടർ പോലുള്ള നിറങ്ങളോട്? ലാവണ്ടറിനോട് ഇഷ്ടമുണ്ട്. എല്ലാത്തരം വസ്ത്രങ്ങളുടെ ഇഷ്ടമാണെങ്കിലും എനിക്ക് തോന്നുന്നു മോഡേൺ ടൈപ്പ് വസ്ത്രങ്ങളോട് ഇഷ്ടം കൂടുതലുണ്ടോ? ഏറ്റവും ഇഷ്ടം ജീൻസ് പോലുള്ള ജീൻസ് ആണ് ഇഷ്ടം. നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഫാഷനിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു സ്വഭാവമാണോ? അതാണ് ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ഫാഷൻ ഡിസൈനിങ് ആണ് മനസ്സിൽ. ഓക്കെ, അതാണ് നിങ്ങളെ കൂടെയുള്ള ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഗാർഡനിങ് ഒക്കെ താല്പര്യമുള്ള ഒരു സ്വഭാവമാണ്. ചെടി നടുന്നതൊക്കെ ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹമുള്ള ആളാണ്. പൊറോട്ടയും ചിക്കനുമാണ്. പൊറോട്ടയും ചിക്കനാണ് ഇഷ്ടം. മറക്കാൻ പറ്റാത്ത എന്തോ ഒരു സ്വപ്നം ഇയാൾ കണ്ടിട്ടുണ്ട്. ഈ സ്വപ്നത്തിന് ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞിലെ കണ്ട ഒരു സ്വപ്നം, മറക്കാത്ത ഒരു സ്വപ്നം. ഫാമിലിയിലുള്ള ആരെങ്കിലും? ഇനി മറക്കാനാവാത്ത എന്തോ ഒരു സംഭവം ഇയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഈ വാച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ 4-5 വർഷങ്ങൾക്ക് മുമ്പ് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത സംഭവം എന്താണ് ആ സംഭവം? സംഭവം പറയാൻ താല്പര്യമില്ല. ശരി, എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വാച്ച് ഉപയോഗിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ എന്ത് സംഭവിക്കുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരാൾ ഉപയോഗിച്ചിരുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും.